ഇന്നലെ ലീവായിരുന്നു, അതുകൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കാന്ന് വിചാരിച്ച് നേരെ ഹോട്ടലിലേക്ക് നടന്നു. ഈ ഹോട്ടലിൽ എപ്പോൾ വന്നാലും ഇവിടെ നല്ല തിരക്കാണ്. ഈ തിരക്ക് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നല്ല ഫുഡ് കിട്ടും. 2 പൊറോട്ട വാങ്ങാൻ വേണ്ടി ഞാൻ 20 മിനിറ്റിൽ കൂടുതൽ അവിടെ ചിലവഴിച്ചു. റൂമിൽ വന്ന് ഫുഡും കഴിച്ച് കുളിച്ചു റെഡിയായി നേരെ പള്ളിയിലേക്ക് വിട്ടു. കൂടെ അനസും സവാദും ഉണ്ടായിരുന്നു. മറ്റു ദിവസങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ പള്ളിയിൽ നേരത്തെ എത്തി. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തു. പള്ളിയിൽ നിന്നും ഓരോരുത്തരായി പോയി തുടങ്ങി. അവസാനം ഞങ്ങളും അവിടെ നിന്ന് റൂമിലേക്ക് മടങ്ങി. നേരെ റൂമിൽ ചെന്ന് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. എണീറ്റപ്പോൾ 7 മണിയായി. സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോഴാണ് സവാദ് പറയുന്നത് നാട്ടിൽ നിന്നൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. കുവൈറ്റ് എന്ന രാജ്യത്ത് ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അബ്ബാസിയ. അവിടെയായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത്. അബ്ബാസിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് മലയാളികളെ കാണാം. നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. അബ്ബാസിൽ വന്നാൽ ഞങ്ങൾ ഇവിടുന്നാണ് ചായ കുടിക്കാറ്. ആ കടയിലെ ആളുകളോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. ഒരു മാറ്റത്തിന് വേണ്ടി ചായ മാറ്റി ഞങ്ങൾ കാന്താരി സോഡയാക്കി. അതും വാങ്ങി ഞങ്ങൾ നേരെ ഇറങ്ങി. അതും കുടിച്ചുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം വാങ്ങാൻ നേരെ നടന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ സാധനം വാങ്ങി നേരെ റൂമിലേക്ക് നടന്നു. മലയാളി പ്രവാസികളുടെ ഒരു കേന്ദ്രം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ അബ്ബാസിയെ പറയാം. അബ്ബാസിലെ റോഡിലൂടെ നടക്കുമ്പോൾ നമുക്ക് നാട്ടിൽ നടക്കുന്ന അതേ ഫീൽ കിട്ടാറുണ്ട്. പോകുമ്പോഴേ ഒരുപാട് മലയാളികളെയും മലയാളികളുടെ ഷോപ്പുകളും കാണാൻ സാധിച്ചു. ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് നടന്നു. ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റ് എത്തി. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്, ഒരുപാട് ആളുകൾ താമസിക്കാൻ വരും, അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ആ കവറിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ നേരെ റൂമിലേക്ക് വേഗം നടന്നു. ഞങ്ങൾ കാന്താരി സോഡ കുടിച്ചപ്പോൾ ഒരെണ്ണം അബിക്കും വാങ്ങിയിരുന്നു. എന്ത് ഭക്ഷണ സാധനം കൊടുത്താലും നെഗറ്റീവ് പറയുന്ന ഒരേ ഒരു മനുഷ്യൻ. ഞങ്ങൾ നേരെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കവർ കുളിച്ചു. ഞാൻ മീൻ അധികം കഴിക്കാറില്ല, പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടാവും. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇതും കഴിച്ച് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.